നോക്കിയേ, ഒരു സ്റ്റോക്കും ഫിഷും തമ്മിലുള്ളൊരു കോൺവെർക്കേഷനാണ് അല്ലേ. സ്റ്റോക്ക് എന്താ പറയുന്നത്? വി ഹാവ് എവറിത്തിങ്, വി നീഡ് ടു ലിവ് ഇൻ ദ ഫീൽഡ്. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട എല്ലാതും എവിടെയുണ്ട്? ഫീൽഡിലുണ്ട് അല്ലേ, വയലിലുണ്ടെന്ന് പറയണം. അപ്പോൾ ഫിഷ് എന്താ പറയണേ? വി ഹാവ് എവറിത്തിങ് വി നീഡ് ഇൻ ദ പോണ്ട്. ഞങ്ങൾക്ക് വേണ്ടതും എവിടെയുണ്ട്? ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ കുളത്തിലുമുണ്ട് എന്നാര് പറയാണ്? ഫിഷ് പറയാണ്. വാട്ട് ഡസ് എ സ്റ്റോക്ക് ഗെറ്റ് ഫ്രം ദ ഫീൽഡ്? എന്തൊക്കെയാണ് ആ കൊക്കിന് ആ ഫീൽഡിൽ നിന്ന് കിട്ടുന്നത്? എന്തൊക്കെയാണ്? സ്മോൾ ഓർഗാനിസംസ്, വാട്ടർ, ഷെൽട്ടർ, പ്രൊട്ടക്ഷൻ, സീരിയൽസ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? വയലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അതിലേതെങ്കിലുമൊക്കെ എഴുതി വെക്കാം കേട്ടോ. സ്മോൾ ഓർഗാനിസംസ്, ഫുഡ്, അല്ലെങ്കിൽ ഇൻസെക്റ്റ്, വോം, ഇതൊക്കെ എന്തിലുണ്ട്? ഫീൽഡിലുണ്ട് അല്ലേ. ആ ഫീൽഡിൽ നിന്ന് അതിനെന്തൊക്കെ കഴിച്ചൂടെ കൊക്കിന്? പിന്നെ അതിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അല്ലേ, അതൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വാട്ട് ഡസ് എ ഫിഷ് ഗെറ്റ് ഫ്രം ദ പോണ്ട്? പോണ്ടിൽ നിന്നും അതിന് കുളത്തിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ലേ? അതിന് ആനിമൽസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതിന് മുങ്ങാങ്കുഴിയിട്ട് ഉള്ളിലേക്ക് പോയാൽ പോരെ. അപ്പോൾ അത് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പ്ലേസ് ടു ലീവ്, ജീവിക്കാൻ വേണ്ട സ്ഥലം അല്ലേ. പിന്നെ അതിന് വേണ്ട ഫുഡ്, സ്മോൾ അക്വാട്ടിക് പ്ലാന്റ്സ്, സ്മോൾ ഫിഷ്, അതിൻ്റെ ഫുഡ്, ആഹാരം അല്ലേ, അതതിന് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. The environment in which an organism live in its habitat. What is habitat? The environment in which an organism lives. ഒരു ഓർഗാനിസം ജീവിക്കുന്ന അതിൻ്റെ ചുറ്റുപാട്. എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ചുറ്റുപാട്. ഓർഗാനിസം ലിവ്സ്. ദ എൻവിറോൺമെന്റ് വിച്ച് an organism lives its habitat. അതിൻ്റെ ആവാസം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ജീവിക്കുന്ന ആ ഒരു എൻവിറോൺമെൻറ്റിനെയാണ്. എ ഹാബിറ്റേറ്റ് കണ്ടെയ്ൻ എവറിത്തിങ് ദാറ്റ് ദ ഓർഗാനിസം നീഡ് ടു സർവൈവ്. ആ ഒരു ഹാബിറ്റേറ്റിൽ ഒരു ജീവിക്ക് വേണ്ട എല്ലാതും ഉണ്ടായിരിക്കും, അതിന് സർവൈവ് ചെയ്യേണ്ട. ഇപ്പോൾ ഫിഷിൻ്റെ കാര്യം എടുത്ത് നോക്കിയേ, ഫിഷിന് ജീവിക്കാനുള്ള സ്ഥലം, ആഹാരം, പ്രൊട്ടക്ഷൻ, എല്ലാതും അല്ലേ. അതിന് വേണ്ട എല്ലാതും എവിടെ നിന്നുണ്ട്? ആ പോണ്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഫിഷിൻ്റെ ഹാബിറ്റേറ്റ് ഏതാണെന്ന് നമുക്ക് പറയാം? ആ പോണ്ടാണെന്ന് പറയാം അല്ലേ. പോണ്ട്, റിവർ ആൻഡ് ഫീൽഡ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്റേറ്റ്. അപ്പം ആവാസത്തിന് എക്സാമ്പിളുകൾ ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം? പോണ്ട്, റിവർ, ഫീൽഡ്, ഇതൊക്കെ എക്സാമ്പിളാണ്. ഇതല്ലാതെയും ഒരുപാട് എക്സാമ്പിളില്ലേ. ട്രീ എന്താണ്? ഒരുപാട് ജീവികളുടെ ആവാസ സ്ഥലമല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട്? ഫോറസ്റ്റ്, അതൊക്കെ വലിയ വലിയ ആവാസമാണല്ലേ. ആവാസങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞ് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത്? റിവർ പറഞ്ഞു റിവറൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. ഡെസേർട്ട്, പിന്നെ കണ്ടൽക്കാടുകൾ, അതൊക്കെ അറിയില്ലേ നിങ്ങൾക്ക്? മാംഗ്രൂവ്, പിന്നെ കാവുകൾ, ഡെസേർട്ട്, ധ്രുവപ്രദേശങ്ങൾ, പോളാർ റീജിയൻ, പിന്നെ ഫോറസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഹാബിറ്റേറ്റിന് എക്സാമ്പിളാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാബിറ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഒബ്സർവ് ദ പിക്ചർ. ആ പിക്ചറിൽ നോക്കിയേ, നമ്മൾ പറഞ്ഞെല്ലാം ഉണ്ടല്ലേ. റിവർ ഉണ്ട്, ഓഷ്യൻ, കടൽ, ഫോറസ്റ്റ്, ഇതെല്ലാം എന്താണ്? പോളാർ റീജിയൻ, ഇതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാബിറ്റേറ്റ്സ് ആണ്. ഈ എൻവിറോൺമെൻറ്റിൽ, ഈ ഹാബിറ്റേറ്റിൽ എന്തെല്ലാം ഉണ്ട്? ജീവനുള്ള വസ്തുക്കളും ഉണ്ടാവും, ജീവനില്ലാത്ത വസ്തുക്കളുണ്ടാവും. നമ്മൾ മീനിൻ്റെ തന്നെ എക്സാമ്പിൾ എടുക്കുക. ആ ഫിഷിന് അക്വാട്ടിക് പ്ലാന്റ്സ്, സ്മോൾ ഫിഷൊക്കെ അതിൻ്റെ ഫുഡായിട്ട് അത് കഴിക്കുന്നുണ്ട്. പിന്നെ അതിന് ബ്രീത്ത് ചെയ്യാനൊക്കെ എന്ത് വേണം? ഓക്സിജൻ വേണം. അത് ജീവിക്കുന്നത് എവിടെയാണ്? വാട്ടറിലാണ്. അതെന്താണ്? ജീവനുള്ളതാണോ? മണ്ണ്, ഇതൊക്കെ ജീവനുള്ളതാണോ? അല്ല അല്ലേ. അപ്പോൾ ഒരു ആനിമലിന് ജീവിക്കാൻ, പ്ലാന്റ് ആവട്ടെ ആനിമൽ ആവട്ടെ, ഒരു ഓർഗാനിസത്തിന് ജീവിക്കാൻ എന്ത് വേണം? ലിവിങ് തിങ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നോൺ ലിവിങ് തിങ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ളവ അല്ലേ. അത് ഏതൊക്കെയാണ്? പ്ലാന്റ്സ്, ആനിമൽസ്, ബേർഡ്സ്, ഇതൊക്കെ എന്താണ്? ലിവിങ് തിങ്സ് ആണ്. നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനില്ലാത്ത വസ്തുക്കളാണ്. അവ ഏതൊക്കെയാണ്? സോയിൽ, വാട്ടർ, എയർ, സൺലൈറ്റ്, എവറിത്തിങ്. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എന്താണ്? നോൺ ലിവിങ് തിങ്സ് ആണ്. ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടിനെ, എൻവിറോൺമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് മാൻമെയ്ഡും ഉണ്ട്, നാച്ചുറലും ഉണ്ട്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ഫോറസ്റ്റ്
അല്ലെങ്കിൽ ഓഷൻ, കടലൊക്കെ മനുഷ്യനാൽ നിർമ്മിക്കപ്പെടുന്നതാണോ? അല്ല, അതൊക്കെ പ്രകൃതിയാലുള്ളതാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഉണ്ടാക്കിക്കൂടെ കൃത്രിമമായിട്ട് മാൻമെയ്ഡ് ആയിട്ടുള്ള ഹാബിറ്റേറ്റ്സ് ഒക്കെ ഉണ്ട്. എന്താണ്, നമ്മുടെ വീട്ടിലെ പൂന്തോട്ടം, സ്കൂളിലെ ഗാർഡൻ, അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ തോട്ടം, പൂന്തോട്ടം തന്നെ ആവണമെന്നില്ല. ഇതൊക്കെ എന്താണ്, പാഡി ഫീൽഡ്, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയാലേ. അവിടെ ഒരുപാട് ജീവികൾ അവിടെ ജീവിക്കുന്നില്ലേ, പുല്ല് തിന്ന് ജീവിക്കുന്ന പുൽച്ചാടികൾ, അങ്ങനെ ഒരു കുറച്ച് ജീവി സമൂഹങ്ങൾ, അവയ്ക്ക് വേണ്ട എല്ലാം ലഭിച്ചുകൊണ്ട് അവരവിടെ ജീവിക്കുന്നില്ലേ. അപ്പം നമുക്ക് പറഞ്ഞൂടെ അതൊരു ഹാബിറ്റേറ്റ് ആണെന്ന്. അത് ആരുണ്ടാക്കിയതാണ്? മാൻമെയ്ഡ് ആയിട്ടാണല്ലേ. അപ്പോൾ മാൻമെയ്ഡ് ആയിട്ടുള്ളതും നാച്ചുറലായ ഹാബിറ്റേറ്റിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് പറയേണ്ടത്. നാച്ചുറൽ ഹാബിറ്റേറ്റ്സ് ഏതൊക്കെ നമുക്ക് പറയാം? ഡെസേർട്ട്, മരുഭൂമി, ധ്രുവപ്രദേശങ്ങൾ, അല്ലേ, പോളാർ റീജിയൻ, പിന്നെന്താണ്, ഫോറസ്റ്റ്, ഓഷ്യൻ. ഇതൊക്കെ എന്താണ്, നാച്ചുറലാണ്, മനുഷ്യനുണ്ടാക്കിയതല്ല അല്ലേ. ഇനി മനുഷ്യനുണ്ടാക്കാൻ പറ്റിയത് ഏതൊക്കെയാണ്? മാൻമെയ്ഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഗാർഡൻ, പിന്നെയോ സിറ്റി, നഗരങ്ങൾ, നമ്മളുണ്ടാക്കണമല്ലേ നഗരങ്ങൾ, സിറ്റി. പിന്നെ അക്വേറിയം, അക്വേറിയത്തിൽ എന്താണ്, ആ മീനിന് ജീവിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അക്വേറിയം, ഇതൊക്കെ എന്താണ്, മാൻമെയ്ഡ് ആയിട്ടുള്ള ഹാബിറ്റേറ്റ്സ് ആണ്. ഇനി അറിയാവുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എ ഹാബിറ്റേറ്റ് കണ്ടെയ്ൻ മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ആർ എക്സാമ്പിൾസ് ഓഫ് ലിവിങ് തിങ്സ്. അപ്പോൾ ലിവിങ് തിങ്സിന് എക്സാമ്പിൾസ് വേണമെങ്കിൽ ഇതും എഴുതി വെക്കാം കേട്ടോ. ഏതൊക്കെയാണ്? ആനിമൽസ്, പ്ലാന്റ്സ്, മൈക്രോ ഓർഗാനിസംസ്. നോൺ ലിവിങ് തിങ്സ് ഏതൊക്കെയാണ്? സോയിൽ, എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ് ആർ ദ മെയിൻ നോൺ ലിവിങ് തിങ്സ്. ഒരു കാര്യം മനസ്സിലായി, ഓരോ ജീവജാലങ്ങളും എന്താണ്, ലിവിങ് തിങ്സ് ആവട്ടെ നോൺ ലിവിങ് തിങ്സ് ആവട്ടെ, പലതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ ചിത്രത്തിൽ കുറച്ച് ജീവികളെ എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞെന്താണ്, ഒബ്സർവ് ദ പിക്ചർ, ഫൈൻഡ് ഔട്ട് ഹൂ ഡിപ്പെൻഡ്സ് ഓൺ ഹൂം, ഡ്രോ ലൈൻ ടു കണക്ട് ദം ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് എന്ത് ചെയ്യുക, വരയ്ക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു നോട്ട് എഴുതാൻ. അപ്പോൾ നമുക്ക് ചെടിയുമെന്ന് തുടങ്ങാം അല്ലേ. ചെടി സൂര്യപ്രകാശത്തെയും വാട്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ. ഈ ചെടിയെ ആരാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ പുൽച്ചാടി, ഗ്രാസ് ഹോപ്പർ അല്ലേ. ആ പുല്ലിൻ്റെ ഇതൊക്കെ തിന്നിട്ടല്ല ആര് ജീവിക്കുന്നത്? ആ ഗ്രാസ് ഹോപ്പർ ജീവിക്കുന്നത്. ഈ ഗ്രാസ് ഹോപ്പർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നത് ആരാണ്? ഫ്രോഗാണ് അല്ലേ. ഫ്രോഗിനെ കഴിക്കുന്നത് ആരാണ്? സ്നേക്കിനെ ആര് കഴിക്കുന്നുണ്ട്? നമ്മുടെ ഈഗിള് വെള്ളവും ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. വെള്ളത്തിലെ മത്സ്യത്തെയും കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത് കുത്തിവരയാക്കാതെ നല്ല ഭംഗിക്ക് ഡ്രോ ചെയ്യുക കേട്ടോ. പെൻസിൽ ഉപയോഗിച്ച് ഡ്രോ ചെയ്യുക. ഇക്കോസിസ്റ്റം. ആൻ ഇക്കോസിസ്റ്റം ഈസ് ആൻ എൻവിറോൺമെൻറ്റ് വേർ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ലീവ് ഇൻ ഇൻ്റർഡിപ്പെൻഡൻസ്. ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ലിവിങ് തിങ്സിനെയും നോൺ ലിവിങ് തിങ്സിനെയും ഇൻ്റർഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ട്രീ, ഫീൽഡ്, പോണ്ട്, സ്ട്രീംസ്, ഹിൽസ്, സ്കെയർഡ് ഗ്രൂസ് വെച്ചാൽ കാവുകൾ ആർ സ്മോൾ ഇക്കോസിസ്റ്റംസ്. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, സീ, പോളാർ റീജിയൻ ആർ ലാർജ് ഇക്കോസിസ്റ്റം. ഹാബിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജീവി ജീവിക്കാൻ അനിവാര്യമായ അതിൻ്റെ ചുറ്റുപാടിനെ ആണ് എന്തെന്ന് പറയുക, ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ആൻ ഓർഗാനിസം ലീവ്സ് ഇൻ ദ എൻവിറോൺമെൻറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ദ എൻവിറോൺമെൻറ്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസംസ് live. An environment, the environment in which an organisms lives. അതാണ് എന്ത്, ഹാബിറ്റേറ്റ്. ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, an environment where living and non-living things live in interdependent. പരസ്പരം ആശ്രയിച്ചുകൊണ്ട് ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇക്കോസിസ്റ്റം എന്ന് പറയാം. an environment where living things and non-living things lives in interdependence. ഓക്കെ, ഇനി ഹിൽസ് സംതിങ് ടു സേ. നമുക്ക് നോക്കാം കുന്നുകൾക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന്. യു ക്യാൻ സീ ആസ് ഇൻ മെനി ഏരിയ ഇൻ യുവർ പ്ലേസ്. ഈസ് ദർ എനി വൺ ഹു ഹാസ് നോട്ട് ക്ലിംബ്ഡ് എ ഹിൽസ്? വി പ്രൊവൈഡ് ഹാബിറ്റേറ്റ്സ് ഫോർ സോ മെനി ഓർഗാനിസംസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ കുന്നുകളൊക്കെ, ആരും അതിൽ കയറി കളിക്കാത്തവരില്ല എന്നാണ് പറയണത്. എല്ലാവർക്കും ഇഷ്ടമാണ് കുന്നുമ്മ കയറി കളിക്കാനായിട്ട്. പിന്നെയോ ഞങ്ങൾ ഒരുപാട് ജീവികളുടെ പ്രൊവൈഡ് ഹാബിറ്റേറ്റ്, ഒരുപാട് ജീവികൾക്ക് ആവാസം നൽകുന്നതാണ്.
ഫ്രം എർത്ത് വേം ടു ഫോക്സസ്. എർത്ത് വേം തുടങ്ങി ഫോക്സസിന് വരെ എന്താണ്, അവ ഒരു ഹാബിറ്റേറ്റ് നൽകുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫോർ എ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്, പിന്നെ പലതരത്തിലുള്ള സസ്യങ്ങൾ. വി സ്റ്റോർ റെയിൻ വാട്ടർ ആൻഡ് ലേറ്റർ പ്രൊവൈഡ് ദം വാട്ടർ ടു വെൽ, സ്ട്രീംസ് ആൻഡ് ഫീൽഡ്. ഞങ്ങൾ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ റെയിൻ വാട്ടർ സൂക്ഷിച്ചു വെക്കും, ഹോൾഡ് ചെയ്ത് വെക്കും. പിന്നീട് അത് ഞങ്ങൾ എന്ത് ചെയ്യും, കിണറുകളിലേക്കും അരുവികളിലേക്കും ഫീൽഡിലേക്കും ഒക്കെ എന്ത് ചെയ്യും, കൊടുക്കും. വി ക്യാൻ കൺട്രോൾ ദ വിൻഡ് ആൻഡ് റെഡ്യൂസ് ദ ഹീറ്റ്. ഞങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്, വിൻഡിന് അല്ലെ, കുന്നിൻ്റെ മേത്തേക്ക് ആഞ്ഞു കാറ്റടിച്ചാൽ എന്ത് സംഭവിക്കും, കാറ്റ് അവിടെ നിൽക്കും, നമ്മുടെ കുന്നിൻ്റെ ഇപ്പുറത്തേക്ക് എഫക്റ്റ് ചെയ്യോ ഇല്ല. അപ്പോൾ കാറ്റുകളെയും പിന്നെ വലിയ ചൂടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്ത് തരാനുള്ള കഴിവുണ്ട്. ഡോണ്ട് യു സീ വി ആർ ഇൻ ഗ്രേറ്റ് ക്രൈസിസ് ടുഡേ. നിങ്ങൾ ആരും കാണുന്നില്ലേ, ഞങ്ങൾ ഇന്ന് വളരെ ഒരു കഷ്ടത്തിലാണ്. ഡു യു റിയലൈസ് അവർ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഇമ്പോർട്ടൻസ് ഒന്നും മനസ്സിലാകുന്നില്ലേ. ഇതാണ് കുന്നിന് പറയാനുള്ളത്. അപ്പോൾ കുന്നുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി നമുക്ക്. വിൻഡ് ഹീറ്റൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ പല പല ഓർഗാനിസത്തിൻ്റെയും ഹാബിറ്റേറ്റ് ആണ്. പിന്നെ വാട്ടർ എന്തേലും കളക്ട് ചെയ്ത് വെച്ചെങ്ങാണ്ട് കുളത്തിലേക്കല്ല, അരുവികൾ, കുളങ്ങൾ, പാഡി ഫീൽഡ് അടുത്തുള്ള അതിലേക്കൊക്കെ എന്ത് ചെയ്യാണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുന്നില്ലാണ്ടായാൽ ഇതൊക്കെ എന്ത് ചെയ്യും, ഈ പല ഓർഗാനിസത്തിൻ്റെയും ഹാബിറ്റേറ്റ് നഷ്ടപ്പെട്ടു പോവും. പിന്നെയോ ഭയങ്കര ചൂടാകും ആ ഏരിയയിൽ ഇല്ലേ. അപ്പോൾ നമ്മളുടെ ഒരു ആക്ടിവിറ്റി മൂലമാണല്ലേ ആ ഇക്കോസിസ്റ്റത്തിന് ഡാമേജ് സംഭവിക്കുന്നത്. അതുപോലെ മറ്റെന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ദ ഹാർംഫുൾ ടു ദ ഇക്കോസിസ്റ്റം? ഡിസ്കസ് ആൻഡ് റൈറ്റ്. ഏതൊക്കെയാ? ഡിമോളിറ്റേഷൻ ഓഫ് ഹിൽ, എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ഡീഫോറസ്റ്റേഷൻ കാട് വെട്ടി നശിപ്പിക്കൽ, മൈനിങ് എന്ന് വെച്ചാൽ എന്താണ്, കുഴിക്കുക, വാട്ടർ പൊള്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ, വെള്ളത്തെ മലിനമാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഇക്കോസിസ്റ്റത്തെ നശിപ്പിക്കുന്നത്. ഇനിയുണ്ട് കേട്ടോ ഒരുപാട് പ്രവർത്തനങ്ങൾ. അത് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണെന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. പൊള്യൂഷൻ, മലിനീകരണം. എർത്ത് വേമിന് എന്തോ പറയാനുണ്ട്. വി ആർ നോൺ ആസ് ദ ഫ്രണ്ട് ഓഫ് ഫാമേഴ്സ്. ഞങ്ങൾ അറിയപ്പെടുന്നതാണ് ഫാമേഴ്സിൻ്റെ ഫ്രണ്ട്സ് എന്നാണ് അല്ലേ, കർഷകരുടെ കലപ്പ എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നതാണ് ആര്, എർത്ത് വേം. നൗ വി കനോട്ട് ലിവ് ഇൻ ദ സോയിൽ ഡ്യൂ ടു പൊള്യൂഷൻ. ഇപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സോയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, മണ്ണിൽ ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, മണ്ണ് പൊള്യൂഷൻ ആയതുകൊണ്ട്, മലിനീകരണം വന്നതുകൊണ്ട് അവിടെ എന്താണ്, എർത്ത് വേമിൻ്റെ ആവാസ വ്യവസ്ഥയെ തന്നെ മാറ്റിയിരിക്കുന്നു. ഹാവ് യു റീഡ് വാട്ട് ദ എർത്ത് വേം സെയ്ഡ്? നമ്മൾ വായിച്ചു വെക്കില്ല, എന്താ എർത്ത് വേം പറഞ്ഞത്, മണ്ണ് പൊള്യൂട്ട് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നല്ലേ. വാട്ട് ആർ ദ വേസ്റ്റ് മെറ്റീരിയൽ ഫൗണ്ട് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്? നമ്മുടെ വീടിന് ചുറ്റും എന്തൊക്കെ വേസ്റ്റ് മെറ്റീരിയൽ ആണോ ഉള്ളത്. ഫൈൻഡ് ഔട്ട് ദ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോസസ് ഇൻ യുവർ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ എന്തെല്ലാം വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഉള്ള കാര്യങ്ങളുണ്ട്. പ്രിപ്പയർ എ പ്രൊജക്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ടു യുവർ ക്ലാസ്. അതിനെക്കുറിച്ചൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ പരിസരത്തൊന്നും ഇപ്പോൾ അധികം പ്ലാസ്റ്റിക് വേസ്റ്റുകളോ മറ്റു മാലിന്യങ്ങളോ ഒന്നുമില്ല അല്ലേ. എല്ലാവർക്കും ഒരുവിധം അവയർനെസ് ആയിട്ടുണ്ട്, എന്നാലും ചില ഏരിയകളിലൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഡിസ്കസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പൊള്യൂട്ട് ദ സോയിൽ. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മുടെ സോയിലിനെ പൊള്യൂട്ടാക്കുന്നത്, മലിനമാക്കുന്നത്? എന്തൊക്കെയായിരിക്കും? സോയിൽ, മണ്ണ് മലിനപ്പെടാനായിട്ട് എന്തായിരിക്കും? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാം അല്ലേ, കൃഷിരീതി. കൃഷിക്ക് നമ്മളെന്താണ് കൂടുതൽ പെസ്റ്റിസൈഡ്സ്, രാസവസ്തുക്കൾ അടങ്ങിയ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നല്ല പ്രാണികളെ കൂടിയും അതവിടെ നശിപ്പിച്ച് കളയും അല്ലേ. വിഷമല്ലേ ചെല്ലുന്നത്. അപ്പോൾ ആ മണ്ണിൻ്റെ ഘടനയിൽ വ്യത്യാസം വരില്ലേ. അപ്പോൾ ആ മണ്ണിൽ ജീവിക്കുന്ന പല മൈക്രോ ഓർഗാനിസത്തിനും, എർത്ത് വേം തന്നെയല്ല, പല മൈക്രോ ഓർഗാനിസം ഉണ്ട് നമ്മുടെ മണ്ണിൽ. അതൊക്കെ എന്താവാണ്, ചത്തുപോവാണ് ചെയ്യുന്നത്. എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ
ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളങ്ങൾ. കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? രാസവളങ്ങൾ അല്ലേ. ഈ രാസവളങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ മണ്ണിൻ്റെ ഘടനയെ വളരെ ദോഷമായിട്ട് ബാധിക്കും. പിന്നെയോ ഡംപിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലെ, പ്ലാസ്റ്റിക് ഒക്കെ മണ്ണിലിടുന്നത് മണ്ണിൻ്റെ ഘടനയെ മാറ്റം വരുത്തും. അതൊക്കെ ജീർണിച്ച് പോകാൻ കാലങ്ങളോളം എടുക്കും. പിന്നെ എന്തൊക്കെയാണ്? നമ്മുടെ പ്രോപ്പറായിട്ടുള്ളൊരു അഗ്രികൾച്ചറിനെ കുറിച്ചുള്ള നോളജ് ഇല്ലായ്ക, കൃഷി രീതികളെ കുറിച്ചുള്ള ഒരു പ്രോപ്പറായൊരു നോളജ് ഇല്ലായ്കയൊക്കെ എന്താണ്? മണ്ണിൻ്റെ ഘടനയെ മാറ്റം വരുത്തും. നമ്മൾ മനുഷ്യന്മാർ മണ്ണ് മാത്രമാണോ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്? എയർ നല്ല രീതിയിൽ മലിനമാക്കുന്നുണ്ട് അല്ലേ. വായു, എങ്ങനെയാണ് വായു മലിനമാവുന്നത്, പൊള്യൂഷൻ സംഭവിക്കുന്നത്? കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എനിക്ക് ഒരു ഫാക്ടറിയിൽ നിന്ന് പുകകൾ കത്തിച്ചങ്ങോട്ട് വിടാണ് വായുവിലേക്ക്. അപ്പം എന്താണ്? ആ വായുവിലേക്ക് ഈ പുക മലിനീകരണം മൂലം മലിനപ്പെടല്ലേ ചെയ്യുന്നത്. ആ ഫാക്ടറിയിൽ നിന്ന് എന്തെല്ലാം വായുവായിരിക്കും പുറത്തേക്ക് പോകുന്നുണ്ടാവല്ലേ. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിലെ മലിനമാക്കുന്ന പല തരത്തിലുള്ള വാതകങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫാക്ടറികളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ട്. പിന്നെയോ കത്തുന്നത്, ഫയർ. നമ്മളിപ്പോൾ ശരിയായ രീതിയിലല്ലാത്ത കത്തലുകൾ നടക്കുമ്പോൾ, തീ കത്തിക്കുമ്പോൾ ശരിയായിട്ടല്ലാതെ കത്തുമ്പോൾ എന്താണ്? കാർബൺ മോണോക്സൈഡാണ് കൂടുതൽ പുറത്തേക്ക് വരാം. ഇപ്പം കാട്ടുതീ, പിന്നെ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുക എന്താണ്? പെസ്റ്റിസൈഡ്സ് തെളിക്കുമ്പോൾ അതും അന്തരീക്ഷത്തെയും കൂടി മലിനമാക്കല്ലേ ചെയ്യുന്നത്, മണ്ണിനെ മാത്രമല്ല അല്ലേ, അന്തരീക്ഷത്തെയും കൂടി മലിനമാക്കാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ പത്രത്തിലൊക്കെ, പുക ശ്വസിച്ചു മരിച്ചു എന്ന്. തീപിടുത്തത്തേക്കാൾ തീ പൊള്ളിയിട്ടായിരിക്കില്ല മരിച്ചിട്ടുണ്ടാവുക കൂടുതൽ ആൾക്കാരും. എന്തായിരിക്കും? പുക ശ്വസിച്ചിട്ടായിരിക്കും. അപ്പം എന്താണ്? ആ പുക ശ്വസിക്കുമ്പോൾ എന്താ നമ്മൾ മരണപ്പെടാൻ കാരണം എന്താ? ആ പുകയിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ശരിയായ രീതിയിലുള്ള കത്തലല്ല അവിടെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ, ആ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയിട്ടല്ല കത്തുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് തീ കത്തുമ്പോൾ എന്ത് വരും? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട്. അപൂർണമായ കത്തലാണ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കാർബൺ മോണോക്സൈഡ് ആയിരിക്കും അവിടെ പുറത്തേക്ക് വരാം. അത് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞ് ഒരു കുറച്ചധികം നമ്മൾ ശ്വസിച്ചാൽ എന്താണ്? നമ്മൾ മരണപ്പെട്ടു പോകും. അപ്പം അങ്ങനെ പുകയിലൊക്കെ പെട്ടുമ്പോൾ പുക മുകളിലേക്ക് ഉയരാണ് സാധ്യത, താഴെ ഉണ്ടാവില്ല. അപ്പം താഴത്ത് കൂടെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് പുറത്തേക്ക് കിടക്കാൻ നോക്കുക. പുക ശ്വസിക്കാതെ പുറത്തേക്ക് കിടക്കാൻ മാക്സിമം ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തോർത്തുണ്ട് നമ്മുടെ മുഖത്ത് കൂടെ ചുറ്റിയിട്ട് പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മൾക്ക് എന്ത് വരില്ല? ഈ കാർബൺ മോണോക്സൈഡിന് നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ അന്തരീക്ഷം മലിനമാകുന്നതെന്ന് നോക്കിയല്ലേ. ഇനിയോ വാട്ടർ പൊള്യൂഷൻ ഉണ്ടല്ലേ. എങ്ങനെയാണ് ജലത്തെ നമ്മൾ പൊള്യൂട്ടഡ് ആക്കുന്നത്? നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെയുള്ള വേസ്റ്റുകൾ എന്ത് ചെയ്യും? ജലാശയങ്ങളിലേക്ക് തുറന്നു വിടും. അപ്പോൾ അതെന്ത് ചെയ്യാണ്? വാട്ടർ പൊള്യൂട്ടഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിൽ പല പല കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും. അത് ആ ജലത്തിൽ ജീവിക്കുന്ന ജീവികളുടെ പലതിനെ ഹാബിറ്റേറ്റിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ കപ്പലുകളിലെ ചോർച്ച മൂലം എന്താണ്? ഓയിലൊക്കെ വെള്ളത്തിൽ പോവും അല്ലേ. അപ്പോൾ എന്താണ്? ആ വെള്ളത്തിൽ മീനുകളുടെ മേത്തൊക്കെ ഓയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ ഒരു സ്വാഭാവികത, വെള്ളത്തിൽ ജീവിക്കാനുള്ള അതിനൊരു അഡാപ്റ്റേഷൻ ഇല്ലേ, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. എയർ പൊള്യൂഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ പറയേണ്ടത് നമുക്ക് നോക്കാം. എയർ പൊള്യൂഷൻ ക്യാൻ ഹാവ് ഹാർംഫുൾ എഫക്റ്റ് ഓൺ അവർ എർത്ത്. Every year, about 7 million of people die in world due to various disease causes by air pollution. അന്തരീക്ഷ മലിനീകരണം മൂലം എന്താണ്? ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, പല പല അസുഖങ്ങൾ പിടിപെട്ടിട്ട്. ഏകദേശം 7 മില്യൺ ജനത്തോളം അല്ലെ പീപ്പിളോളം മരിക്കുന്നുണ്ട്. എയർ പൊള്യൂഷൻ ക്യാൻ ഹാവ് എ ഹാർംഫുൾ എഫക്റ്റ് നോട്ട് ഓൺലി ഓൺ ഹ്യൂമൻസ് ബട്ട് ഓൾസോ ഓൺ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. എയർ പൊള്യൂഷൻ മനുഷ്യന് മാത്രമല്ല ദോഷം ചെയ്യുന്നത്, പിന്നെയോ പ്ലാന്റ്സിനും ആനിമൽസിനും എല്ലാം ദോഷമാണ്. അതിപ്പോൾ എയർ പൊള്യൂഷൻ തന്നെയല്ല, എന്ത് പൊള്യൂട്ടഡ് ആയാലും വാട്ടർ ആയാലും ഒക്കെ എന്താണ്? മനുഷ്യന് മാത്രമല്ല അല്ലേ, അതിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അത് എഫക്റ്റ് ചെയ്യും. ഹാർംഫുൾ എഫക്റ്റ് ഓഫ് എയർ പൊള്യൂഷൻ ആർ ഡിക്ലൈനിങ് ക്രോപ്പ് yield, ആസിഡ് റെയിൻ, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലഷൻ എക്സെട്ര. അപ്പോൾ നമ്മുടെ എയർ പൊള്യൂഷൻ എന്തിനെല്ലാം കാരണമാകും? ആസിഡ് മഴയ്ക്കും ഗ്ലോബൽ വാർമിങ്ങിനും. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചൂട് കൂടുക അല്ലേ. പിന്നെ ഓസോൺ പാളിയുടെ നാശത്തിനുമെല്ലാം എന്താണ്? നമ്മുടെ എയർ പൊള്യൂഷൻ കാരണമാവും.
Water become polluted due to the presence of various chemical and organic substances. Polluted water causes various health issues and disease. നമുക്കറിയാലേ, മലിനജലം കുടിക്കരുത്, മലിനജലത്തിൽ കളിക്കരുത്, മലിനജലത്തിൽ കാലുമുക്കരുത് എന്നൊക്കെ പറയാറില്ല. എന്തുകൊണ്ടാണ്? അത് നമുക്ക് ഹാംഫുള്ളാണ്. എന്തൊക്കെ തരത്തിൽ? നമുക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും. Waste from factories and houses, plastic waste, pesticides, other chemical, petroleums, etc. causes water pollution. നമ്മുടെ എന്തൊക്കെയാണ് വെള്ളം മലിനമാക്കുന്നത്? വീടുകളിലെ വേസ്റ്റ്, ഫാക്ടറിയിലെ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, പിന്നെന്താണ് പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കീടനാശിനികൾ, പിന്നെ കെമിക്കൽ, പലതരത്തിലുള്ള കെമിക്കൽസ്, പിന്നെ പെട്രോളിയം, എണ്ണ രൂപത്തിലുള്ള എന്തും, പിന്നെന്താണ്, ഇതൊക്കെ എന്താണ്? നമ്മളുടെ ജലത്തെ മലിനമാക്കുന്നതാണ്. ദ ഡിക്രീസസ് ഇൻ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ ഈസ് ഡ്യൂ ടു പൊള്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ജലത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയും. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൽ ജീവിക്കുന്ന ജീവികൾക്ക് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ അവ മരണപ്പെട്ടു പോകും. ദിസ് ഈസ് എ ത്രെറ്റ് ടു ലീവ്സ് ഓഫ് ഓർഗാനിസംസ് ലിവിങ് ഇൻ വാട്ടർ. ഇതൊക്കെ എന്താണ്? അതിൽ ജീവിക്കുന്ന ജീവികൾക്ക് എഫക്റ്റ് ചെയ്യും. നമുക്കറിയാമല്ലേ ഏതൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റർ. ഏതൊക്കെയാണ് നാച്ചുറൽ ഡിസാസ്റ്റർ? ലാൻഡ് സ്ലൈഡ്, അല്ലെ, മണ്ണിടിയാണ്. കുന്നൊക്കെ ഇടിഞ്ഞ് മണ്ണിടിഞ്ഞ് വരില്ലേ? ഇപ്പോൾ മലിടിഞ്ഞ് വീഴാം, അതാണ് ലാൻഡ് സ്ലൈഡ്. എർത്ത് ക്യുക്ക്, ഭൂമി കുലുക്കം. ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ, കാട് തീ പിടിക്കുക. ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്ററിൽ വരുന്നതാണ്. ഇനി ഏതൊക്കെയാണ്? സുനാമി. ഓർമ്മയുണ്ടോ? സുനാമി എന്ന് കേട്ടിട്ടുണ്ടോ? കടൽ കയറി വരുന്നതാണ് അല്ലേ? അതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. പിന്നെന്തൊക്കെയാണ് നാച്ചുറൽ ഡിസാസ്റ്ററിൽ വരുന്നത്? ഫ്ലഡ്, വെള്ളപ്പൊക്കം, പിന്നെ എന്താണ്? അഗ്നിപർവ്വത സ്ഫോടനം. ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്ററിൽ വരുന്നതാണ്. നാച്ചുറൽ ഡിസാസ്റ്റർ കോസസ് ഗ്രേറ്റ് ഡാമേജ് ടു ദ എൻവിറോൺമെൻറ്റ് ആൻഡ് ലിവിങ് തിങ്സ്. നാച്ചുറൽ ഡിസാസ്റ്റർ നമുക്കറിയാലോ, നമ്മുടെ എൻവിറോൺമെൻറ്റിന് നമുക്കൊക്കെ വളരെ വലിയ രീതിയിലുള്ളൊരു ആഘാതം, ദോഷം തന്നെയാണ് വരുത്തുക. നാച്ചുറൽ ഡിസാസ്റ്റർ ക്യാൻ ഒക്കേഴ്സ് ഡ്യൂ ടു ദ നാച്ചുറൽ കോസസ് ഓർ ഹ്യൂമൻ ഇൻ്റർഫറൻസ്. നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവാൻ ആരും കൂടി കാരണമാണ്. നമ്മളുടെ ഇടപെടലും കുറച്ചൊക്കെ ഉണ്ട് ചില നാച്ചുറൽ ഡിസാസ്റ്ററിന്, അല്ല, ലാൻഡ് സ്ലൈഡിനൊക്കെ കുറേയൊക്കെ കാരണക്കാരാരാണ്? നമ്മളൊക്കെ തന്നെയാണ്. കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്ങൊക്കെ തന്നിട്ടുണ്ടല്ലോ. എന്താണ് ആ പറയണത്? വെള്ളപ്പൊക്കം വരുന്നു, വെള്ളം കയറുന്നു, മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞ്. നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കേൾക്കാവുന്നൊരു വാർത്ത മാത്രമാണല്ലോ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് കേട്ടു തുടങ്ങിയൊരു പരിചയമായ വാക്കുകളായല്ലേ. There are systems to give warning about natural disasters. If precautions are taken based on these warning, it is possible to provide protection to life and environment. നാച്ചുറൽ ഡിസാസ്റ്റർ എന്തെങ്കിലും വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിന്ന് വാർണിംഗ് ഒക്കെ കിട്ടും. അപ്പം നമ്മൾ അതിൻ്റേതായ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവനും സ്വത്തിനൊന്നും വളരെ വലിയ രീതിയിലുള്ള ആഘാതം ഏൽക്കത്തില്ല. അപ്പം നമ്മൾ ഇക്കോ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്താൽ നമ്മൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിസാസ്റ്ററുകളെ ചെറുക്കാൻ പറ്റും. ഇപ്പോൾ സുനാമി വന്നിരുന്നു പണ്ട്. അപ്പോൾ ആ സുനാമി ഉള്ള സമയത്ത് എന്താണ്? കണ്ടൽ കാടുകളുള്ള ഏരിയകളിലേക്ക് സുനാമിയുടെ ശക്തി അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല എന്നാണ് പറയുന്നത്. കണ്ടൽക്കാടുകൾ എന്ത് ചെയ്തു? അത് തടഞ്ഞു നിർത്തി. അതേ സമയത്ത് തുറസായി കിടക്കുകയാണെങ്കിൽ എന്താണ്? അടിച്ചു കയറി അങ്ങോട്ട് വരാം അല്ലേ? കടലിന് തടസ്സങ്ങളൊന്നുമില്ലല്ലോ, സൂപ്പറായിട്ട് അങ്ങോട്ട് കയറി വരാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടൽക്കാടുകൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെട്ടി നിരത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്? നമുക്ക് തന്നെ അത് ദോഷമാവണം. അതുപോലെ കുന്ന്, അതിൻ്റേതായൊരു ഘടനയുണ്ട്. അത് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് മാന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ? അതാ ഇടിഞ്ഞ് ആ മുകളിൽ നിന്ന് അത് ഭാരത്തിൽ അല്ലെങ്കിൽ ഇടിഞ്ഞ് താഴത്തേക്ക് വരാൻ കൂടുതലാണ്. പിന്നെ നമ്മൾ മരങ്ങൾ കുറേ വെട്ടി നശിപ്പിക്കുക, ഇത് പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് ഒന്നും നല്ല രീതിയിലല്ല നശിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിർമ്മാർജ്ജനം ചെയ്യുന്നതെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യണം? എയർ, വാട്ടറും എല്ലാം എന്താണ്? സോയിലൊക്കെ പൊള്യൂട്ടഡ് ആവാണ് ചെയ്യുന്നത്. നമുക്ക് ചേരുമ്പടി ചേർക്കാം അല്ലേ? മാച്ച് ദ ഫോളോയിങ്. ഫ്രോഗിൻ്റെ എന്താണ്? ബ്രീത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ്. ഫ്രോഗാണോ അത്? ഫിഷാണ്. ആരാണ്? ഫിഷാണ്. ഇനി ലീവ്സ് ഹാവ് വാക്സി കോട്ടിൻ. ആർക്കാ? താമര ഇലയ്ക്കാണല്ലേ. അപ്പം അത് ബ്രീത്ത് ത്രൂ ദ സ്കിൻ. ബ്രീത്ത് ചെയ്യുന്നത് ആരാണ്? ഫ്രോഗാണ്. സ്കിന്നിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്നത് ആരാണ്? ഫ്രോഗ്. സ്റ്റോർ വാട്ടർ ഇൻ ദ സ്റ്റെമ്മിൽ ആരാ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത്? കള്ളുമുൾച്ചെടിയാണല്ലേ.
പിന്നെയോ അപ്പോൾ ബാക്കിയുള്ളത് നമുക്കറിയാമല്ലേ, ഒട്ടകമാണെന്ന്. പൊസസസ് ഫ്ലാറ്റ് ഫീറ്റ് ദാറ്റ് ഡു നോട്ട് സിങ്ക് ഇൻ സാൻഡ്. മണ്ണിൽ പൂണ്ടു പോവാത്ത കാലുകൾ ആർക്കാ ഉള്ളത്? ഒട്ടകത്തിന്. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.